1 രൂപയുടെ ഷൂ ആഗ്രഹിച്ച് കബളിപ്പിക്കപ്പെട്ടപ്പോൾ വല്ലാതെ പ്രതികരിച്ച ആ കുഞ്ഞുമോനെ കണ്ടില്ലേ? അവന്റെ നിഷ്കളങ്കമായ പ്രതികരണം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ആ പ്രതികരണം നമുക്കൊന്നുകൂടി ഒന്ന് കേൾക്കാം. ലൈവായി VS രഞ്ജിത്തിന് മുന്നിൽ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ അവൻ വന്ന് പറയുകയായിരുന്നു. അവന്റെ ശബ്ദവും അവന്റെ വാക്കുകളിലുമുണ്ട് ആ ദേഷ്യവും സങ്കടവും. നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ 5 മണിക്ക് ഇവിടെ വന്നതാണ്. എന്നിട്ട് ഇവന്മാര് തെറ്റ്സവാദിട്ട് ഓർപ്പിന് വേണ്ടി കൈമുണ്ട് പൈസ അടക്ക വരെ ഓടി പായിപ്പിച്ചാണ്. എന്ത് എന്റെ കിട്ടിയ ഞാൻ കൊണ്ടേ ഓടി നടുപാടത്തില്ലെങ്കിൽ ഒരു സമരം നമ്മൾ ചെയ്യും. ഇതങ്ങനെ വിട്ട് ചെലവില്ല, ഇത് ഓർപ്പൊക്കെ നമുക്ക് കിട്ടാതെ ചൂവല്ലേ അങ്ങനെ. അപ്പൊ എങ്ങനെങ്കിലും അത് നമുക്ക് തുറന്നിടണമെന്ന് പ്രത്യേകിച്ച് പറയുന്നതാണ്. അപ്പോ നിങ്ങളെല്ലാരും വേഗം ഈ വീട് തുറക്കുന്നത് അതൊക്കണോ? ഞാൻ 5 മണിക്കാണ് സുബേഷ് സ്കെച്ച് തരാ. നന്ദി നമസ്കാരം കൂടി പറഞ്ഞൊരു പ്രസംഗമായി. അതന്നെ അല്ലേ? രാവിലെ 5:00 വന്ന് നിന്നാണ് കേട്ടോ ആ കുട്ടൻ. എന്നിട്ട് ആ കുട്ടനെ അടക്കം എത്ര പേരെയാ പറ്റിച്ചത് ആ കടയുടമ? 2 ദിവസത്തെ അന്വേഷണത്തിലാണ് ഞങ്ങൾ അവനെ തേടി കണ്ടെത്തിയത്. കോഴിക്കോട് ബ്യൂറോ അവനെ കണ്ടെത്തി. ഫറൂഖ് സ്വദേശി റമീസ് ആയിരുന്നു അവൻ. മിടുക്കനാണ് കേട്ടോ, മിടുക്കൻ. അവൻ സുബഹിയൊക്കെ കഴിഞ്ഞ് വന്ന് ഷൂ കിട്ടുമെങ്കിൽ ഷൂ കിട്ടട്ടെ എന്ന് കരുതി വന്നതാണ്. പാവം ആ കുഞ്ഞിന് അവർ ഷൂ കൊടുത്തില്ല. അവനെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഷൂ കൊടുക്കാതെ പോയി. അവൻ നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ അതിനകത്ത് അവൻ്റെ വികാരം അങ്ങോട്ട് പ്രകടിപ്പിച്ചു. അപ്പോൾ ഫറൂഖ് സ്വദേശിയായ റമീസിന് അവൻ ആഗ്രഹിച്ച ഷൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. കടക്കാർ കൊടുത്തില്ലെങ്കിലും പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാഹിത്യം കൊടുത്തേക്കണം കേട്ടു. VS രഞ്ജിത്ത് ചേരുന്നു റമീസ് മോനോടൊപ്പം. അപ്പോൾ VS രഞ്ജിത്ത്, നമ്മുടെ റിപ്പോർട്ടറിൻ്റെ ഷൂ നമുക്ക് റമീസിന് കൊടുക്കാം. റമീസിന്റെ ആ സങ്കടവും ദേഷ്യവും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് റമീസിന് ഒരുപാട് വാഗ്ദാനങ്ങളും ആക്കിയിട്ട് വന്നു. റമീസ് ഹീറോ ആയി ആ ഒറ്റ പ്രതിഷേധത്തിൽ. റമീസ് എവിടെ? റമീസ് എന്ന മോൻ, നമുക്ക് അവനെ ഒന്ന് കാണണം. ഡോക്ടർ, ഞാൻ റമീഷിന്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ആ വളവില് വഴി ചോദിച്ചപ്പോൾ റമീഷിന്റെ വീട്ടിലേക്കാണോന്നാ ചോദിച്ചത്. അപ്പോൾ ഈ നാട്ടിൽ മുഴുവൻ റമീഷിന്റെ വീട് നമ്മൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ റമീസ് എവിടെയാണ് റമീഷിന്റെ വീടൊക്കെ നമുക്ക് അവിടെ അഡ്രസ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. റമീസും അവന്റെ ഫ്രണ്ട്സും ഉപ്പയും ഒക്കെ ഇവിടെ വീട്ടിലെല്ലാവരും ഉണ്ട്. നമുക്കൊന്ന് കയറാം ഏതായാലും. ഓക്കെ, റമീസ് അവിടെ ഇരിപ്പുണ്ട്. റമീസ് അടിപൊളിയായിരുന്നു കേട്ടോ. റമീസ് കേൾക്കുന്നുണ്ട് അല്ലേ? ഹായ് റമീസ്, ഗുഡ് മോർണിംഗ് റമീസ്. സാർ കേൾക്കാമോ? ഇയർഫോൺ. ഗുഡ് മോർണിംഗ് സാർ. സാറേ ഞങ്ങളെ വീഡിയോസ് ഒക്കെ കാണാനുണ്ട്. വീഡിയോസ് ഒക്കെ കാണാൻ. ആണോ? റമീസിന്റെ ഫാനായി ഞാൻ. അന്ന് റമീസ് കിടുക്കി. അപ്പൊ റമീസ് മോൻ എന്താ 5:00 രാവിലെ എഴുന്നേറ്റ് അവിടെ പോയത് ആ കടയിലേക്ക്? അതെ. മോന് ഷൂ വേണോ? കയ്യിൽ 1 രൂപ നോട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്? അതാ ഞാൻ ആ സമയത്ത് എനിക്ക് പറഞ്ഞത് വെച്ചാൽ 4 മണിക്കോടെ നമ്മള് വേറെ വീട്ടിൽ നിന്ന് അത്താഴ കഴിച്ചിട്ട് പോയതാണ്. ഷൂ കിട്ടുമെന്ന് വിചാരിച്ചു. കേക്കായോ? പ്രതീക്ഷിനി ഞാൻ 1 ഉറുപ്പ്യ എടുത്ത് വെച്ചാണ്. അവര് പറ്റിച്ചു നമ്മളെ അല്ലേ കടക്കാര്? ഞാൻ പടിയെ പോയി. പറ്റിച്ച്. രമേശിന്റെ ഉപ്പയും കൂടെ പോയത് അല്ലേ? രമേശ് ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്നു. അവനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവന് 2 ദിവസം മുന്നേ അങ്ങനെ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് 1 ഉറുപ്പ്യ അടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും പോകണം. അങ്ങനെ തലേ ദിവസമേ അവൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ് നമുക്ക് നോക്കാം പോവാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരുപാട് ആളുണ്ടാവും, ഇല്ല നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അപ്പോഴാണ് സംഭവം. പിന്നെ ലാത്തി ചാർജൊക്കെ ഉണ്ടായപ്പോൾ അവൻ ഓടി കച്ചില്ലായിരുന്നു. ചെന്നപ്പോ ഭയങ്കര ആൾക്കാരുണ്ട്. നല്ല ആളുണ്ട്. അത് 4 മണിക്കൊക്കെ ആളെത്തിക്കണം അവിടെ. 4 മണിക്കൊക്കെ അവിടെ ആള് നിൽക്കുന്നുണ്ട്, കാരണം ലൈൻ നിൽക്കുന്നുണ്ട്. പിന്നെ അതിന്റെ മുന്നേ കുറെ ആളുകൾ പറഞ്ഞ് കുറെ ആള് വന്ന് പോയതാണ്. 10 മണിക്കും കൊടുത്തു. ടോക്കൺ കൊടുത്ത്. ഇവിടെ ആരൊക്കെയാ? രമേശിന്റെ ഉമ്മയൊക്കെ ഉണ്ട് അല്ലെ? രമേശിന്റെ ഉമ്മ സഹോദരിയൊക്കെ ഉണ്ട്. അപ്പോ രമേശ് നമ്മൾ ഈ ഷൂ നമുക്ക് ഒരു ഷൂ കൊടുക്കാൻ ഒരുപാട് ആൾക്കാർ ഷൂ ഓഫർ ചെയ്തിട്ടുണ്ട് അല്ലേ? കുറെ ആള് ഇന്നലെ ഇപ്പോൾ ഡെൽറ്റന്ന് ഒന്ന് തന്നിട്ടുണ്ട്. പിന്നെ മറ്റേ ഐമാക്സ് എന്ന് പറഞ്ഞ രാമനാട്ടുകാരെ ഒരു വിളിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ എന്താണ് മലപ്പുറത്തുനിന്ന് ഒരാൾ ഇന്നലെ വിളിച്ചിരുന്നു. രമേശിന്റെ ഷൂ ഓഫർ ബഹളാണ്. രമേശിന്റെ തൊപ്പി കണ്ടില്ലേ? ഇതൊരു ഇവന്റെ ഐക്കണാണ് അല്ലേ? തൊപ്പി എപ്പോഴും ഇടുവോ? എപ്പോഴും ഇടും. പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇടും തൊപ്പി. പള്ളിയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയ ഒരാളാണ്. ആണോ? അതെ. അപ്പൊ റമീസിനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞില്ല. ഇത് ഷൂ ആണ്.
ഞാൻ 8ലാണ് പഠിക്കണേ. ഫറൂഖ് സ്കൂൾ തന്നെയാണ്. ഓ, ഗണപതി ഹയർ സെക്കൻഡറി സ്കൂളാണ് എൻ്റെ സ്കൂളാണ്. എൻ്റെ സ്കൂളിൽ കുറെ ഫാൻ ബേസ് ഒക്കെ ഉണ്ട്. ഓ ഓ ശരി. ഇതേമാതിരി കുട്ടികൾ ഓരോരുത്തരെ വിളിക്കുകയും പിന്നെ ഉള്ളത് വീഡിയോ കണ്ട് കുറെ പേര് വിളിച്ചു കുറെ പേര് വിളിച്ചിന്. പിന്നെ ഒരു കുട്ടി ഞാൻ ക്ലാസ് കയറുമ്പോൾ തന്നെ കുറെ ഫാൻ ബേസുള്ള കുട്ടികൾ പിന്നെ ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ ഇന്നലെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരുണ്ട്, സെൽഫി അല്ലേ? ഞാൻ നോമ്പ് തുറന്നു ഇവിടെ എടുത്ത് ക്യാമോയിലാണ്. അപ്പൊ അവിടുന്ന് കുട്ടികളും കൗൺസിലർമാരൊക്കെ ഫോട്ടോ എടുത്തിനി. ഓ ഓക്കെ. അപ്പൊ റമീസ മോനെ രഞ്ജിത്ത് അങ്കിൾ കൊണ്ടു തന്ന നമ്മുടെ ഷൂ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഷൂ ഇഷ്ടപ്പെട്ടെന്ന് നോക്കി ഒന്ന് തുറന്നു നോക്കി, ഒന്ന് തുറന്ന് കാണട്ടെ. അതാ ഓക്കെ ഓക്കെ. അടിപൊളി ഷൂ ആണ്. അടിപൊളി ഷൂ ആണ്. ഇഷ്ടായോ? ഷൂ മാത്രമല്ല കേട്ടോ, ഷൂ മാത്രം ആക്കിയില്ല. താങ്ക് യു. വെൽക്കം വെൽക്കം. നമുക്ക് പെരുന്നാളൊക്കെ ആണല്ലോ, പിന്നെ എന്താണിത്? പെരുന്നാൾ സമ്മാനം കൂടി ഉണ്ടല്ലോ. നോമ്പ് തുറന്നിട്ട് കൊടുക്കാൻ വേണ്ടി. നോമ്പ് തുറന്നിട്ട് കൊടുത്തായിട്ടാ. അതായത് ഇത് ഒരു ചോക്ലേറ്റ്, ഒരു ഷർട്ടാ. വെരി ഗുഡ് വെരി ഗുഡ്. അടിപൊളി അടിപൊളി. ഫ്രണ്ട്സിന് കേട്ടോ. ഓക്കെ അടിപൊളി. സന്തോഷായില്ലേ റമീസേ? അടക്കാനും നമ്മള് പറ്റിക്കൂല. സന്തോഷാണ്. താങ്ക് യു. നമ്മള് പറ്റിക്കൂല, അത് എത്ര ഉള്ളൂ. റമീസേ മോനെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് പഠിക്കുന്നുണ്ട്. കുറച്ച് പഠിക്കുന്നുണ്ട്, ബാക്കി കുറച്ച് കളിയാണോ? കുറച്ചേ ഉള്ളൂ. പഠിക്കും. കുറച്ച് പഠിത്തം, കുറച്ച് കളി. ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഫുട്ബോൾ കളിക്കാറുണ്ടോ? കളിക്കാറുണ്ട്. ഇഷ്ടമുള്ള കളി ഏതാ? ഫുട്ബോള്. ഫുട്ബോള്. എന്താ രഞ്ജിത്ത് അങ്ങളുടെ നമ്മളൊരു ഫുട്ബോളും കൂടെ വാങ്ങിച്ചു തരും കേട്ടോ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു ഫുട്ബോളും കൂടെ വാങ്ങിച്ചു തരും. അപ്പൊ കളിച്ചോ. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ട് കേട്ടോ റമീസേ? അപ്പൊ സന്തോഷായില്ലേ? നാളെ പരീക്ഷയാണ്. അപ്പൊ ഗംഭീരമായിട്ട് പോയിരുന്നു പഠിച്ചോ. സന്തോഷായി. താങ്ക് യു സാറേ. ഓക്കെ ഇങ്ങനെ പറഞ്ഞോ. നിങ്ങൾക്ക് ദൈവ ആരോഗ്യ ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് സന്തോഷം. കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ, അവരുടെ പേരും കൂടി ഒന്ന് പറയാമോ? കൂട്ടുകാരുടെ പേരും കൂടി ഒന്ന് പറയാമോ? റഹീസിന്റെ ആർമി, റമീസിന്റെ റമീസിന്റെ ഫ്രണ്ട്സ് മിഠായി. അപ്പോ കുറെ ആൾക്കാരുണ്ട് അവിടെ, പുറത്തൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ വലിയ ആഘോഷമാണ് സത്യം പറഞ്ഞാൽ. രമേശിന് ഒരുപാട് ഷൂവും ഓഫറുകളൊക്കെ ഉണ്ട്. നമുക്കൊരു ഫുട്ബോളും കൂടി വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കണം. പരീക്ഷ കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ റമീസെ. ഫുട്ബോൾ കൂടി കൊടുക്കാം. ഫുട്ബോൾ കൂടി ഞങ്ങൾ വൈകുന്നേരം റമീസിന് എത്തിക്കാം. കൂട്ടുകാരൊക്കെ ആയിട്ട് കളിച്ചടിച്ചു വിളിച്ചോ. ഓക്കെ മോനെ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരത്തെ തന്നെ തരുന്നു കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കട്ടെ. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 9 മണിയായിരിക്കും. നമ്മുടെ പ്രതിനിധി രഞ്ജിത്തുമായിട്ടാണ് റമീസ് സംസാരിച്ചത്. ആ സംസാരിച്ച സമയത്തെ ഒരു നിഷ്കളങ്കതയുണ്ടല്ലോ, ഇത് ഒരു കുട്ടിക്ക് മാത്രം നമ്മൾ കൊടുക്കുന്നത് ശരിയാണെന്ന് ചിലർക്കെങ്കിലും സംശയം. അവിടെ വന്നേക്കുന്ന മുഴുവൻ കുട്ടികളും ഇതേപോലെ ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷേ നമ്മുടെ ക്യാമറ കണ്ണിൽ അത്രയും വൈകാരികമായിട്ട് സങ്കടത്തോടുകൂടി അവൻ പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് സങ്കടം വന്ന കാരണം നമ്മളങ്ങനെ കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് റമീസിൻ്റെ വീട്ടിലേക്ക് രഞ്ജിത്ത് എത്തിയത്. സംഭവം സൂപ്പറല്ലേ, പിടിക്കണവൻ.